ഇസ്രായേലിനെ പിന്തുണച്ച ഒറ്റ കാര്യം കൊണ്ട് സ്റ്റാർബക്സ് അടക്കമുള്ള കമ്പനികൾക്ക് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ബഹിഷ്കരണം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവർക്കുള്ള കനത്ത മറുപടി കൂടിയായിരുന്നു സ്റ്റാർബക്സിന്റെ വീഴ്ച. ഡിസ്കൗണ്ട് കൊടുത്തും ഓഫറുകൾ നൽകിയും വീണ്ടെടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ പാടുപെടുകയാണ് കമ്പനി. ഇതേ അവസ്ഥ തന്നെയാണ് ഫാസ്റ്റ് ഫുഡ് ഭക്ഷണ ലോകത്തിലെ ഏറ്റവും വലിയ ശൃംഖലയായ മക്ഡൊണാൾഡ്സിനും. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ഭീകരാക്രമണങ്ങളെ പിന്തുണച്ചത് തിരിച്ചടിയായെന്നാണ് മക്ഡൊണാൾഡ് സിഇഒ ക്രിസ് കെംസിൻസ്കിയുടെ വാക്കുകൾ. ഇസ്രായേൽ അനുകൂല നിലപാട് പരസ്യമായി സ്വീകരിച്ചതിന്റെ പേരിലുണ്ടായ ബഹിഷ്കരണം കമ്പനിക്ക് വൻ നഷ്ടമുണ്ടാക്കിയെന്നും ക്രിസ് പറയുന്നു. ഇതാദ്യമായാണ് മക്ഡി അധികൃതർ ബഹിഷ്കരണം കമ്പനിയെ ബാധിച്ചുവെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഗസയിൽ ബോംബാക്രമണം നടത്തുന്ന ഇസ്രായേൽ സേനയ്ക്ക് സൗജന്യമായി ഭക്ഷണം നൽകുമെന്ന് മക്ഡൊണാൾഡ്സ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആഗോളതലത്തിൽ വൻ ബഹിഷ്കരണ ക്യാമ്പയിനാണ് തുടക്കമായത്. ദിവസവും 4000 ഭക്ഷണ പൊതികളാണ് മക്ഡി ഇസ്രായേൽ സൈനികർക്ക് നൽകുന്നത്. മക്ഡൊണാൾഡ്സ് ഇസ്രായേൽ വിഭാഗമാണ് ഇൻസ്റ്റഗ്രാമിലൂടെ സൗജന്യ ഭക്ഷണ വിതരണത്തെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവച്ചത്. ഇസ്രായേൽ സൈന്യത്തിനും പോലീസിനും സൗജന്യ ഭക്ഷണം നൽകുന്നത് തുടരുമെന്നും കൂടാതെ തങ്ങളുടെ ഔട്ട്ലെറ്റിലെത്തുന്ന സുരക്ഷാ ജീവനക്കാർക്കും സൈനികർക്കും 50% ഇളവ് നൽകുമെന്നുമായിരുന്നു മക്ഡി അധികൃതരുടെ പ്രഖ്യാപനം. സൈനികർക്ക് സഹായം നൽകാനായി മാത്രം 5 റെസ്റ്റോറന്റുകൾ തുറന്നിട്ടുണ്ടെന്നും കമ്പനി അവകാശപ്പെട്ടിരുന്നു. ദക്ഷിണ ഇസ്രായേലിലെ സൈനിക താവളത്തിലേക്ക് അയക്കാനായി മക്ഡി ജീവനക്കാർ ഭക്ഷണപ്പൊതികൾ ഒരുക്കുന്നതിന്റെ ദൃശ്യങ്ങളും അവർ ഇതിനോടൊപ്പം പുറത്തുവിട്ടിരുന്നു. മക്ഡി സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചതിന് പിന്നാലെ കടുത്ത പ്രതിഷേധമാണ് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉയർന്നത്. ബോയ്ക്കോട്ട് മക്ഡൊണാൾഡ്സ് എന്ന ഹാഷ്ടാഗോടെ കമ്പനിയെ ബഹിഷ്കരിക്കാൻ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ ക്യാമ്പയിൻ സജീവമായി. മുൻ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗം ജോർജ് ഗല്ലോവെ ഉൾപ്പെടെ ബഹിഷ്കരണ ആഹ്വാനവുമായി രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ മക്ഡിയുടെ കൈവിട്ടു പോവുകയായിരുന്നു. ആഗോളതലത്തിൽ ബഹിഷ്കരണ ക്യാമ്പയിൻ ശക്തമായി. ഇതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെയും പുറത്തെയും വിപണികളിൽ വൻ നഷ്ടമുണ്ടായതായി മക്ഡി സിഇഒ ക്രിസ് പറയുന്നു. അറബ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ പിന്തുണയോടെയാണ് മക്ഡി പ്രവർത്തിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടെന്നും ക്രിസ് പറയുന്നു. എന്നാൽ ഇസ്രായേൽ സേനയ്ക്ക് പിന്തുണ നൽകുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും മക്ഡി ഫ്രാഞ്ചൈസികൾ നിരസിക്കുകയായിരുന്നു. ഈജിപ്തിലും ജോർദാനിലും ഉണ്ടായ ബഹിഷ്കരണത്തിന്റെ ആഘാതം പല പാശ്ചാത്യ ബ്രാൻഡുകളും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ആ ബഹിഷ്കരണം ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയാണെന്നും അതിന് ഉദാഹരണമാണ് മലേഷ്യയിൽ കമ്പനിക്കുണ്ടായ തിരിച്ചടിയെന്നും ക്രിസ് പറഞ്ഞു. മക്ഡി, സ്റ്റാർബക്സ് എന്നിവയ്ക്ക് പുറമെ ലോറിയൽ, നെസ്ലെ, കൊക്കക്കോള തുടങ്ങി എണ്ണമറ്റ ഇസ്രായേലി ഉൽപ്പന്നങ്ങളും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന കമ്പനികളും തെരഞ്ഞു പിടിച്ച് ബഹിഷ്കരിക്കുകയാണ് ലോകം. ഫലസ്തീൻ ജനതയുടെ യാതനകളെ അപഹസിച്ച് പരസ്യം ചെയ്ത സ്പാനിഷ് ഫാഷൻ ബ്രാൻഡായ സാറയ്ക്ക് നേരിടേണ്ടി വന്നതും ബഹിഷ്കരണ ആഹ്വാനങ്ങളും കടുത്ത പ്രതിഷേധങ്ങളുമായിരുന്നു. കഫൻ പുടവ പൊതിഞ്ഞ ഫലസ്തീൻ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളും തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും പരസ്യത്തിന്റെ പശ്ചാത്തലത്തിൽ സാറ പുനരാവിഷ്കരിച്ചിരിക്കുന്നതെന്നായിരുന്നു വിമർശനം. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ സാറ ഔട്ട്ലെറ്റുകളിൽ നേരിട്ടെത്തിയും ആളുകൾ പ്രതിഷേധിച്ചിരുന്നു. ഇസ്രായേൽ ആക്രമണം രൂക്ഷമാകവേ പോരാട്ട വഴിയിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധമായി മാറിയിരിക്കുകയാണ് ബഹിഷ്കരണം എന്നതിന്റെ തെളിവുകളാണിവ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് നടപ്പിലാക്കുകയും മികച്ച ഫലം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ കമ്പനികൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്കും ലോകത്തുടനീളം നടപ്പിലാക്കുന്ന ബഹിഷ്കരണം ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയെ അനുദിനം തകർത്തുകൊണ്ടിരിക്കുന്നു. 1948 മുതൽ ഇന്ന് വരെ കാണാത്ത തകർച്ചയാണ് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായ യുദ്ധങ്ങൾ പോലെയല്ല ഈ യുദ്ധം. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചെന്ന് ഇസ്രായേലും തുറന്നു സമ്മതിക്കുന്നുണ്ട്.